ന്യൂ വെറൈറ്റി ഇംഗ്ലീഷിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കുന്നത് പ്രിപ്പോസിഷനിൽപ്പെട്ട ത്രൂ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ത്രൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വസ്തുവിൻ്റെ ഉള്ളിലൂടെ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ദ തീഫ് എൻറ്റേർഡ് ത്രൂ ദ വിൻഡോ. ജനലിൻ്റെ ഉള്ളിലൂടെ കള്ളൻ പ്രവേശിച്ചു. കള്ളൻ ജനലിലൂടെ പ്രവേശിച്ചു. ദ തീഫ് എൻറ്റേർഡ് ത്രൂ ദ വിൻഡോ. ഐ ഗോട്ട് ഇൻഫോർമേഷൻ ത്രൂ എ TV അഡ്വർടൈസ്മെൻറ്റ്. ഒരു TV പരസ്യത്തിലൂടെയാണ് എനിക്ക് അറിവ് ലഭിച്ചത്. ഐ ഗോട്ട് ഇൻഫോർമേഷൻ, എനിക്ക് അറിവ് ലഭിച്ചു. ത്രൂ ദ TV അഡ്വർടൈസ്മെൻറ്റ്, ആ മീഡിയം, ആ മാധ്യമത്തെക്കുറിച്ച്, ഏതിലൂടെയാണ് അറിവ് ലഭിച്ച മാധ്യമത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ത്രൂ ദി TV അഡ്വർടൈസ്മെൻറ്റ്, TV പരസ്യത്തിലൂടെയാണ് എനിക്ക് അറിവ് ലഭിച്ചത്. ദ റിവർ മീനച്ചി, മീനച്ചിൽ ഫ്ലോസ് ത്രൂ കോട്ടയം. മീനച്ചിയാറ് ഒഴുകുന്നത് കോട്ടയത്തെ കൂടിയാണ്. കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിയാർ. മീനച്ചിലാർ റിവർ ഫ്ലോസ് ത്രൂ കോട്ടയം, കോട്ടയത്തിലൂടെയാണ് ഒഴുകുന്നത്. ഐ സോ ഹിം ത്രൂ ദ ഗ്ലാസ്. ഞാൻ ഗ്ലാസ്സിലൂടെ അവനെ കണ്ടു. യു ക്യാൻ സക്സീഡ് ത്രൂ ഹാർഡ് വർക്ക്. കഠിന അധ്വാനത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ ആവും. യു ക്യാൻ സക്സീഡ് ത്രൂ ദ ഹാർഡ് വർക്ക്. കഠിന അധ്വാനത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ ഈ 5 ഉദാഹരണങ്ങളിൽ വന്നിരിക്കുന്ന പ്രധാന വേർഡുകളെ നമുക്ക് പരിശോധിക്കാം. എൻറ്റേർഡ്, അതിൻ്റെ 3 ഫോംസാണ്. എൻറ്റർ, എൻറ്റേർഡ്, എൻറ്റേർഡ്, പ്രവേശിക്കുക. അടുത്തത് ഗോട്ട് എന്ന് കണ്ടു, അതിൻ്റെ 3 ഫോം. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്, ലഭിക്കുക. ഫ്ലോ, ഒഴുകുക. ഫ്ലോ, ഫ്ലോട്ട്സ്, ഫ്ലോട്ട്സ്. അടുത്ത വേർഡ് സീ, സോ, സീൻ, കാണുക. സക്സീഡ്, സക്സീഡഡ്, സക്സീഡഡ്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, സക്സീഡ് എന്ന് പറയുമ്പോൾ 2 സിയും ഉണ്ട്, 2 ഇയും ഉണ്ട്. ഡബിൾ സി വരും, സ്പെല്ലിങ്ങിൽ ഡബിൾ ഇയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സക്സീഡ്, വിജയിക്കുക. സക്സീഡഡ്, വിജയിച്ചു. സക്സീഡഡ്, വിജയിച്ചു. അപ്പോൾ നാം 5 വേർഡുകൾ, അതിൻ്റെ 3 ഫോമുകളും പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് പുതിയ വേർഡുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ വേർഡ് എമേർജ് ആസ് എ കീ ഫിഗർ. ഒരു പ്രധാന വ്യക്തിയായിട്ട് ഉയർന്നു വരിക. എമേർജ്, ഉയർന്നു വരിക. ആസ് എ കീ ഫിഗർ, ഒരു പ്രധാന വ്യക്തിയായിട്ട് ഉയർന്നു വരിക. സെക്കൻഡ് വേർഡ് ഫീഡ് ദ കാറ്റിൽ. കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഫീഡ്സ് എന്ന് പറയാം. ഫീഡ്, കാറ്റിൽ, കന്നുകാലി. ഫീഡ് ദ കാറ്റിൽ, കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുക. അടുത്തത് നമ്മുടെ ഇമ്പോസ് റെസ്ട്രിക്ഷൻ, നിയന്ത്രണം ഏർപ്പെടുത്തുക. ഈ കോവിഡ് കാലത്തൊക്കെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു വേർഡാണ് ഇമ്പോസ് റെസ്ട്രിക്ഷൻ, നിയന്ത്രണം ഏർപ്പെടുത്തുക. അടുത്ത് കിഡ്നാപ്പ് ആൻ ആക്ട്രസ്, ഒരു നടിയെ തട്ടിക്കൊണ്ടുപോവുക. കിഡ്നാപ്പ് എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോവുക. കിഡ്നാപ്പ് ആൻ ആക്ട്രസ്, ഒരു നടിയെ തട്ടിക്കൊണ്ടുപോവുക. അവിടെ നടനാണെങ്കിൽ ആക്ടർ എന്നാണ് പറയുക, നടിക്ക് ആക്ട്രസ് എന്ന് പറയും. കിഡ്നാപ്പ് ആൻ ആക്ട്രസ്, നടിയെ തട്ടിക്കൊണ്ടു പോവുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ ആ നിമിഷം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.